ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. രജനീകാന്തിന്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നിപ്പോഴത്തെ രജനിയുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിരിക്കുകയാണ്. ദേവ എന്നാണ് ചിത്രത്തിലെ രജനി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ തരംഗമായ ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദേവര എന്ന സിനിമയിലെ ചുറ്റാമല്ല എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനത്തിന് ശേഷം വീണ്ടും ജൂനിയർ NTR ജാൻവി കപൂർ കോംബോ ഒരുമിക്കുന്ന അടുത്തൊരു റൊമാൻറ്റിക് ഗാനം കൂടി റിലീസ് ാണ്. അനിരുദ്ധ് സംഗീതം നൽകി ഡാവൂഡി എന്ന പേരിൽ വരാനിരിക്കുന്ന ഗാനം സെപ്റ്റംബർ 4-ാം തീയതി മറ്റന്നാൾ റിലീസ് ചെയ്യുന്നതാണ്. സെപ്റ്റംബർ 27-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ധ്യാനിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ അല്പമെങ്കിലും പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം നാളെ വൈകിട്ട് 5 മണിക്ക് പുറത്തുവരികയാണ്. RDX, മിന്നൽ മുരളി തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാക്കളുടെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുന്ന സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തുന്ന സിനിമ എന്നാണ് വിവരം. കാത്തിരിക്കാം സിനിമയുടെ ടൈറ്റിൽ എന്താണ് എന്ന് അറിയാനായിട്ട്. ഏകദേശം 136 കോടിയോളം രൂപ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമയാണല്ലോ പ്രേമലു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ പ്രേമലു 2-വിന്റെ ചിത്രീകരണം അടുത്ത വർഷം ജനുവരിയിൽ UK ആരംഭിക്കുകയാണ്. നെസ്ലിനോടൊപ്പം ചിത്രത്തിൽ അനശ്വര രാജൻ കൂടി ഒരു പ്രധാന റോളിലെത്തുന്നു. സിനിമ അടുത്ത വർഷം ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഓണം റിലീസിലേക്ക് ഒരു സിനിമ കൂടി ജോയിൻ ചെയ്യുകയാണ്. ഇന്ന് കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രം അടുത്തയാഴ്ച സെപ്റ്റംബർ 12-ന് റിലീസ് ചെയ്യും. ആസിഫ് അലി, വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ, അപർണ ബാലമുരളി തുടങ്ങിയവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണല്ലോ ദുൽഖർ സൽമാൻ. ദുൽഖറിനെ നായകനാക്കി നഹാസ് സിദ്ദീഖ് ഒരുക്കുന്ന RDXന് ശേഷമുള്ള സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം അണിയറയിൽ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിൽ പെടുന്ന ലൊക്കേഷൻ ഹണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നഹാസിന്റെ ഏറ്റവും പുതിയ സ്റ്റാറ്റസിൽ നിന്ന് വ്യക്തമാകുന്നു. ഗുജറാത്തിലടക്കം സിനിമയുടെ പ്രധാന ലൊക്കേഷൻ വരുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ഈ സെപ്റ്റംബർ മാസം പകുതിയോടെ ആരംഭിക്കാനായിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ നവാഗത സംവിധായകന്റെ സിനിമയാണല്ലോ ജിതിൻ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം. ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം ഒരു പ്രധാന വേഷത്തിൽ ആദ്യം പൃഥ്വിരാജിന്റെയും പിന്നീട് ജോജി ജോർജിന്റെയും റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇവർ രണ്ടുപേരും സിനിമയിൽ ഭാഗമല്ല, മറിച്ച് മറ്റൊരാളെ നിലവിൽ ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അത് ആരാണെന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാം. സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് സെപ്റ്റംബർ 7-ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.